ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനെ പറ്റി ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഗെയിമർ. ഈ ഗെയിമർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് ഇതിൽ ഓരോ ടാസ്ക്കും അതേപോലെ സർവേ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് കിട്ടും. അപ്പോൾ ആ കോയിൻസ് നമുക്ക് എന്താക്കാം, Paytm ക്യാഷ് ആയോ അല്ലെങ്കിൽ പബ്ജിയിൽ യൂസ് ആയോ ഫ്രീ ഫയർ ഡയമണ്ട് ആയോ. അപ്പോൾ അതിൽ പിന്നെ പലതരം ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഹഗോ പോലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഡയമണ്ട്സൊക്കെ ഇങ്ങനെ സെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താ ചെയ്യുക വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ടാസ്ക് തരും. അതുപോലെ സർവേ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ടാസ്ക് അല്ലെങ്കിൽ പ്ലേ ഗെയിംസ് കളിച്ച് അല്ലെങ്കിൽ വാച്ച് വീഡിയോസ് അങ്ങനത്തെ കുറേ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്താക്കുക, കുറച്ച് കോയിൻസ് കിട്ടും. അപ്പോൾ കോയിൻസ് കിട്ടി നിങ്ങൾക്ക് എന്താക്കാം, ഇതുപോലെ Paytmലേക്കൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിലൊരു 1000 കോയിൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താക്കാം, Paytmലേക്ക് നിങ്ങൾക്ക് 10 റുപ്യ സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ 5000 കോയിൻ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് Paytmലേക്ക് 50 റുപ്യ സെൻഡ് ചെയ്യാം. അപ്പോൾ പിന്നെ അത് തന്നെ ഇതിൽ പബ്ജി നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ജിയിലേക്ക് 1000 കോയിൻ ഉണ്ടാക്കിയാൽ പബ്ജിയിലേക്ക് 8 യൂസ് സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ 4000 കോയിൻ ഉണ്ടാക്കിയാൽ 35 യൂസ്, അതുപോലെ തന്നെ 1900 കോയിൻ ഉണ്ടാക്കിയാൽ 75 യൂസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾ ചോദിക്കൂ ഇതിൽ കോയിൻസ് എങ്ങനെ ചെയ്യാൻ. അപ്പോൾ കോയിൻസ് ചെയ്യണമെങ്കിൽ രണ്ട് ബെസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ, രണ്ടല്ല കുറേ ഓപ്ഷൻ ഉണ്ട് ഇതിൽ. എനിക്ക് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടിയ ഇതിൽ സർവേ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ സർവേൻ്റെ കുറേ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് നല്ല കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്ന സർവേൻ്റെ പേരാണ് ഈ TR സർവേ, രണ്ടാമതുള്ള. അപ്പോൾ ആ TR സർവേയിൽ നിങ്ങൾക്ക് നല്ല ശതമാനം കോയിൻസ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ സർവേ കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എന്തായിരുന്നു തെറ്റായുള്ള ഉത്തരം തരണം. അപ്പോൾ കുറച്ച് വയസ്സൊക്കെ അധികം കൂട്ടി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ. അപ്പോൾ അതിന് സർവേ നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ശതമാനം കോയിൻസ് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല ഏണിങ് തരുന്ന ഒരു സർവേയാണ് PL സർവേ എന്ന് പറഞ്ഞത്, സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷനിൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നല്ലോണം കോയിൻസ് കിട്ടും. പിന്നെ ഈ TH സർവേയിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടാവുന്നതാണ്. പിന്നെ ഇതിൽ 1, 2 പിന്നെ സെക്കൻഡ് ലാസ്റ്റുള്ള 3 ഓപ്ഷനിലും നല്ലോണം നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. പിന്നെ യോനോ സർവേയിൽ നമുക്ക് ഈ അധികം കോയിൻസ് ഒന്നും കിട്ടില്ല, അതിൽ ഒരിക്കലും ക്വാളിഫൈ ആയില്ല. പിന്നെ VA സർവേ എനിക്ക് കിട്ടലുണ്ട്, പക്ഷേ അധികം അത്ര കോയിനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം എൻ്റെ കോയിൻസ് എൻ്റെ കോയിൻസ് എത്രയാണ് ഏൺ ചെയ്തിരിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ പോയി, അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടി എപ്പോഴാണെന്ന് അറിയോ, പോളിഫിഷ് സർവേ എന്ന് പറയുന്നത് സർവേയിൽ നിന്ന് എനിക്ക് 900 കോയിൻ കിട്ടിയും. അതുമാത്രമല്ല അതുപോലെ തന്നെ PL സർവേ, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സർവേ എനിക്ക് ഒരു പ്രാവശ്യം 1738 കോയിന് അടുത്തൊരു സർവേ ചോദിച്ചു. ഇതൊരു ഇലക്ട്രോണിക്സിനെ പറ്റി ചോദിച്ചു. അപ്പോൾ അതിന് ഞാൻ കറക്റ്റായിട്ട് ഇത്രയും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ശതമാനം കോയിൻസ് കിട്ടി. ഞാൻ എൻ്റെ റെഡീം ഓപ്ഷൻ കാണിച്ചിട്ട്, അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് യൂസ് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് പബ്ജി അക്കൗണ്ടിലേക്ക്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ എന്താക്കും, Paytmലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഞാൻ എൻ്റെ പബ്ജി അക്കൗണ്ടിലേക്ക് 8 യൂസിങ്ങിന് 3 വട്ടം ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. ആപ്പ് വർക്ക് ചെയ്യില്ലെന്ന് എല്ലാവർക്കും പറ്റിക്കാനാണോ നിങ്ങൾ 1000 കോയിൻ ഉണ്ടാക്കിയപ്പോൾ ഈ ആപ്പ് ലെജിറ്റാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തുന്നതാണ്. Paytmലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾ പബ്ജി കളിക്കുകയാണെങ്കിൽ പബ്ജി ഫ്രീ ഫയർ ഒക്കെ കളിക്കാൻ ഇതിൽ ഡയമണ്ടോ അതോ യൂസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ പിന്നെ അതിൽ ഒരു ഓപ്ഷനാണ് ടാസ്ക് ഓഫേഴ്സ് എന്ന് പറഞ്ഞത്. ടാസ്ക് ഓഫേഴ്സിൽ ഓരോ ടാസ്ക് ആയിരിക്കും. ഫസ്റ്റത്തിനുള്ള ടാസ്ക് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ടാസ്ക് എന്ന് പറയുന്നത് ഓരോ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ കുറച്ച് ഫോണിൽ വെക്കുക. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ റിസീൽ എന്നുള്ള ആപ്പ്. ഇത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഡിവൈസിൽ 3 ദിവസം വെച്ചാൽ 169 കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിലുള്ള ഒരു ഇതൊക്കെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കീപ്പ് ഉള്ളതൊക്കെ ഞാൻ ചെയ്ത് കൊണ്ടാണ് എനിക്ക് അധികം ഓപ്ഷൻ കാണിക്കാത്തത്. അപ്പോൾ ഇതിൽ ഓരോ ഓപ്ഷൻ ഉണ്ടാവും. ഫൈൻഡ് ഇൻസ്റ്റാൾ ആൻഡ് കീപ്പ് ഇറ്റ് ഫോർ ഫ്രീ, എന്താ ഒരു VPN ആപ്പ്, അങ്ങനത്തെ 200 കോയിൻസ് കിട്ടും. അങ്ങനത്തെ ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മൊബൈലിൽ കുറച്ച് ദിവസം വെക്കുക. അപ്പോൾ അതിൽ ചെറിയതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വലിയൊരു ഓപ്ഷനാണ്, നല്ലോണം പെട്ടെന്ന് കോയിൻസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് എന്താണ്, നിങ്ങൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻവിറ്റേഷൻ കോഡ് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടാവും. ഇതെന്താക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഇൻവിറ്റേഷൻ കോഡ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ഈ ആപ്പിൽ
അപ്പോൾ ഈ ആപ്പിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഇൻവിറ്റേഷൻ കോഡ്. നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വഴിയാണ് ഇത് ലോഗിൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് ടൈം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളെ ഇൻവിറ്റേഷൻ കോഡ് എന്നുള്ള. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്താക്കുക, എൻ്റെ ഒരു ഇൻവിറ്റേഷൻ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ആപ്പിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻവിറ്റേഷൻ കോഡ് ഇട്ട് കൊടുക്കുന്ന സ്ഥലത്ത് ഇട്ടാൽ നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് 500 കോയിൻസ് കിട്ടും ഒറ്റയടിക്ക്. അതുപോലെ തന്നെ ഈ കോഡ് ആരുതാണെന്ന് വെച്ചുള്ളത്. അപ്പോൾ എൻ്റെ കോഡ് നിങ്ങൾ ഇടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 500 കോയിൻസ് കിട്ടും, എനിക്ക് 100 കോയിൻസും കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ ഇൻവിറ്റേഷൻ കോഡ് ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 കോയിൻസ് ഒരേ പ്രാവശ്യം ഇതാക്കും കോഡ് ഇൻവിറ്റേഷൻ കോഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 100 കോയിൻസ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഓനൊരു 500 കോയിൻസോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഇൻവിറ്റേഷൻ കോഡ് വെച്ച് നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് ഇങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് 100 കോയിൻസ് അല്ല അതിൽ മേലെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു 10% കോയിൻസ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾക്ക് വെച്ച് നല്ല കോയിൻസ് ഏൺ ചെയ്യാനാണ്. പിന്നെ അത് നിങ്ങൾക്ക് ഇതൊക്കെ ക്യാഷാക്കി മാറ്റാം. അപ്പോൾ എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾ ഒന്ന് ഇട്ട് നോക്കുക. ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് കോയിൻസ് ഞാനൊന്ന് ഏൺ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പിന്നെ ഇൻവിറ്റേഷൻ കോഡ് ഇതിൻ്റെ ഇടാനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് വെച്ച് നിങ്ങൾക്ക് ഇതിൽ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ എം ഗെയിമർ എന്ന ആപ്പ് നിങ്ങളൊന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫസ്റ്റ് ടൈം എന്നൊരു 1000 കോയിൻസ് ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് നോക്കുക. കിട്ടുമെന്ന് തോന്നില്ല, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾക്ക്. പിന്നെ അവിടെ വാച്ച് വീഡിയോസ് ഉണ്ട്. വാച്ച് വീഡിയോസിൽ അധികം ഒരു പരസ്യം കണ്ടാൽ നിങ്ങൾ ഉണ്ടാക്കുക 5 കോയിൻസ് കിട്ടും. ഒരു മിനിമം ഒരു 100 കോയിൻ ഉണ്ടാക്കുകയാണെങ്കിൽ 200 പരസ്യം കാണണം. പ്ലേ ഗെയിംസിലൊക്കെ നിങ്ങൾക്ക് വെറുതെ ചുമ്മാ സമയം ഉണ്ടെങ്കിൽ കളിക്കാമെന്നാണ്. ഇതിൽ കോയിൻസൊക്കെ കിട്ടും. പിന്നെ ഇത് ലക്കി ജാക്ക് ബോട്ട്, ലക്കി ഡ്രോ, ഇതൊക്കെ ഓരോ നമ്പറൊക്കെ സെലക്ട് ചെയ്യാനുള്ളതാണ്. ഒരു നമ്പർ സെലക്ട് ചെയ്യുക, ചൂസ് നമ്പർ, ഒരു പരസ്യം കാണിക്കുക. അപ്പോൾ ആ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, ഇത് കിട്ടും, കുറച്ച് കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ല പരസ്യമൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക്, അത് ശല്യമാണ്. അപ്പോൾ നിങ്ങളെന്താക്കുക, ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻവിറ്റേഷൻ കോഡ് ഇടാൻ മറക്കണ്ട. ആപ്പ് എന്തെങ്കിലും ഉണ്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് കോയിൻസ് കിട്ടുന്നതാണ്, അല്ല ക്യാഷ് കിട്ടുന്നതാണ്. അപ്പോൾ ബൈ. എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ, കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, മറന്നോണ്ട. ഓക്കെ ബൈ.